കുബേരന്റെ ശരീരം മഞ്ഞ നിറമായിരുന്നു. അദ്ദേഹത്തിന് ഒരു കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളരെ മോശപ്പെട്ട ഒരു ശരീരസ്ഥിതിയായിരുന്നു കുബേരനുണ്ടായിരുന്നത്. അദ്ദേഹം ഒരിക്കലും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് തപസ്സിലൂടെ ഇദ്ദേഹത്തിന് 9 നിധികുംഭങ്ങൾ ലഭിക്കുകയാണ്. അത് ആ 9 നിധികുംഭത്തിന്റെ ആധിപത്യം കയ്യിലിരിക്കുന്നതുകൊണ്ടാണ് കുബേരൻ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നത്. സജയൻ ചമ്പക്കുളം സർ, നമസ്കാരം. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. സർ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഈ കുബേരൻ എന്ന് പറയുന്നത് നമ്മുടെ ധനത്തെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ധനത്തിന് പ്രതിബിംബമായി കാണുന്ന ഒരു ദേവതയാണ്. ഈ കുട്ടി കുബേരൻ്റെ വിഗ്രഹങ്ങൾ നമ്മൾ വീട്ടിൽ പല സ്ഥലങ്ങളിലും ചില ദിക്കുകളിലൊക്കെ പ്രത്യേകിച്ചും വെച്ച് കഴിഞ്ഞാൽ ധനത്തെ ആകർഷിക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. അതിൻ്റെ വാസ്തവം എന്താണ്? അതായത് ശരിക്കും നമ്മൾ ഈ കുബേരൻ എന്നുള്ള തെറ്റിദ്ധാരണയിൽ പല വീടുകളിലും വെക്കുന്ന ആ വിഗ്രഹങ്ങൾ കുബേരന്റെ അല്ല. ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ ഫെങ്ഷുയില് വെക്കുന്ന ഒരു വിഗ്രഹമാണ് നമ്മൾ ആ കാണുന്ന കുടവേറുള്ള രൂപത്തിലുള്ള ഒരു വിഗ്രഹമാണ് പല വീടുകളിലും വെക്കുന്നത്. അതിനെ ലാഫിംഗ് ബുദ്ധ എന്നാണ് പറയുന്നത്. അത് ഒരു പാണ്ടക്കെട്ട് പുറകിൽ വെച്ച് നടക്കുന്ന രൂപത്തിലുള്ള കുടവേറൊക്കെ ഉള്ള ഒരു രൂപമാണ് വെക്കുന്നത്. അതും കുബേരനുമായി യാതൊരു ബന്ധമില്ല. പക്ഷേ ഇവര് തമ്മിലൊരു രൂപസാദൃശ്യമുണ്ട്. ഇല്ല. കുബേരൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മോശമായ ശരീരത്തോട് കൂടിയവൻ എന്നാണല്ലോ. അപ്പോൾ അദ്ദേഹം വളരെ സുന്ദരനാണ്. ഈ ലാഹിം ബുദ്ധ കുറച്ചുകൂടെ കുടവേറും വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സുന്ദര രൂപമാണ്. പക്ഷെ കുബേരന്റെ രൂപ യഥാർത്ഥത്തിൽ അതല്ല. മനുഷ്യന് ധനമുള്ളത് കൊണ്ട് ധനമുള്ളതെല്ലാം സൗന്ദര്യമുള്ളതാണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് കുബേരനെ വലിയ സൗന്ദര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. ഈ കുബേരന്റെ തന്നെ ഏറ്റവും വലിയ ശാപം അദ്ദേഹം വിചാരിച്ചിരുന്നത്, അദ്ദേഹത്തിന് ഏറ്റവും വലിയ ദുഃഖം, മനോദുഃഖം ഉണ്ടായിരുന്ന ഒരു കാര്യം, അദ്ദേഹം കുബേരൻ മോശപ്പെട്ട ശരീരത്തോട് കൂടിയവൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് വളരെ വ്യാകുലത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് പുരാണങ്ങളിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹം വിശ്രവസിന്റെ മകനാണ്. ഇടപെട എന്ന ഒരു സ്ത്രീയിൽ വിശ്രവസിന് ഉണ്ടാകുന്ന മകനാണ്. ഈ രാവണന്റെ സഹോദരനാണ്. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് പുഷ്പക വിമാനമൊക്കെ ഉണ്ടായിരുന്നു. ശ്രീലങ്കയുടെ ആധിപത്യം അദ്ദേഹത്തിനായിരുന്നു. പക്ഷെ രാവണൻ പിൽക്കാലത്ത് ഇതെല്ലാം അപഹരിച്ചെടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ നിന്ന് പലായനം ചെയ്ത് മാറേണ്ടി വരും. അങ്ങനെ അദ്ദേഹം പിൽക്കാലത്ത് അളകാപുരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി അളകാപുരിയുടെ നാഥനായിട്ട് മാറി എന്നൊക്കെയാണ് നമ്മുടെ പുരാണ കഥകളിലൊക്കെ കുബേരനെ കുറിച്ച് പറയുന്നത്. ഈ കുബേരന്റെ ശാരീരിക സ്ഥിതി ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം നമ്മുടെ കാഴ്ചപ്പാടി കുബേരൻ വളരെ സുന്ദരനായിരിക്കണം എന്നാണ്. കാര്യം ധനമുള്ളവനെല്ലാം സൗന്ദര്യമുള്ളതാണ് എന്നുള്ള തെറ്റിദ്ധാരണ. കാര്യം ധനം എല്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു തെറ്റിദ്ധാരണ മനുഷ്യരുണ്ട്, അല്ലേ? കാര്യം ധനം നമ്മുടെ ഉണ്ട് എല്ലാമായി എന്നാണ് നമ്മുടെ തെറ്റിദ്ധാരണ. പക്ഷെ അല്ല. ഇപ്പൊ ഉള്ളവർക്ക് എന്തെങ്കിലും ദുഃഖം ഏതെങ്കിലും വഴിക്ക് വന്നു പോയി. ധനം നമുക്ക് ദുഃഖമാണ് പ്രദാനം ചെയ്യുന്നത്. ധനം ഒരിക്കലും നമുക്ക് സന്തോഷമല്ല പ്രദാനം ചെയ്യുന്നത്. ധനമുള്ളവനെ പുറത്തു നിന്ന് കാണുന്നവൻ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്, ഇവൻ വളരെ സുഖമാനാണ്, അവനെന്താ കുഴപ്പം, അവന് വലിയ വീടുണ്ട്, കാറുണ്ട്, വസ്ത്രാസുണ്ട്, അവനെല്ലാ സൗകര്യങ്ങളോട് ജീവിക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മൾ പുറത്തു നിന്ന് ഇവനെ വിലയിരുത്തുകയാണ്, ഇവരെല്ലാ സൗകര്യത്തോടുകൂടി സുഖമായിട്ട് ജീവിക്കുന്നവനാണ്. പക്ഷെ തെറ്റിദ്ധാരണയാണ്. കാര്യം ധനമില്ലാത്തവനാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്, ഈ ലോകത്ത് ജീവിക്കുന്നത്. സാധാരണക്കാരനാണ് സത്യസന്ധമായി ജീവിക്കുന്ന സാധാരണക്കാരനാണ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു ഭവനത്തിൽ കഴിയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വീടുകളിൽ താമസിക്കുന്നവർ വളരെ ഹാപ്പി ആയിരിക്കും. കാര്യം അവർ കുറച്ച് ധനം അവരുടെ ഉള്ളൂ. ആ ഉള്ള ധനം കൊണ്ട് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ആർഭാടമായിട്ട് സന്തോഷത്തോടെ പാട്ടും പാടി ഒക്കെ. ഇതൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളാണ്. ചിലപ്പോൾ ഇച്ചിരി മദ്യപിക്കുന്നവരാണ്, ഇച്ചിരി മദ്യപിച്ച് വീട്ടിൽ വന്ന് 2 പാട്ടൊക്കെ പാടി അവർ വളരെ ഹാപ്പി ആയിട്ടാണ് കഴിയുന്നത്. പക്ഷെ ഈ ധനമുള്ളവന് ഒത്തിരി സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യേണ്ടി വരും. അവന് പല കാര്യങ്ങൾക്കും ഒരു വിലക്കുണ്ട്. അവൻ സ്വയം സൃഷ്ടിക്കുന്ന വിലക്കുകളുണ്ട്. അവൻ പബ്ലിക്കിന്റെ ഇടയിൽ എപ്പോഴും അവൻ പ്രത്യക്ഷപ്പെടാൻ പറ്റത്തില്ല. പ്രത്യക്ഷപ്പെട്ടാൽ ചിലപ്പോൾ കടം ചോദിക്കും, അല്ലെങ്കിൽ അവനോട് എന്തെങ്കിലും ആവശ്യപ്പെടും. ഇതൊക്കെ പേടിച്ച് അവൻ പുറത്തോട്ടിറങ്ങത്തില്ല. പിന്നെ അതുകൊണ്ട് തന്നെ മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല പബ്ലിക്കിനോട് അവന് കൂടുതലായിട്ട്, ഈ ധനം അധികമായിട്ടുള്ളതുകൊണ്ട്. പിന്നെ ധനം നഷ്ടപ്പെടുമെന്നുള്ള ഒരു വ്യാധിയാണ് ഇവനെ ഏറ്റവും കൂടുതലായിട്ട് ആയിരുന്നത്. എന്റെ കയ്യിരിക്കുന്ന ധനം എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാലോ, ഈ ആദിവ്യാധികളിലാണ് ഇവന്റെ ജീവിതം മുഴുവൻ പോകുന്നത്. അപ്പോൾ ഈ കുബേരനെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ മുമ്പിൽ, വിഗ്രഹങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ധനം ആകർഷിച്ചെടുക്കാൻ പറ്റും. കുബേര വിഗ്രഹങ്ങൾ കൊണ്ട് ധനം ആകർഷിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? നമ്മുടെ വിശ്വാസങ്ങളെ നമുക്ക് ഒരിക്കലും
അത് അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഇവിടെ പറഞ്ഞു, നമ്മുടെ ആരാധനാ സംവിധാനങ്ങളെല്ലാം നമ്മൾ എന്തിനോടാണ് ഈശ്വരനെ നമ്മൾ താതാത്മ്യം പ്രാപിക്കാൻ, ഈശ്വരനിലേക്ക് ലയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയിൽ നിന്ന് നമ്മുടെ ഈശ്വരയിൽ നമ്മളിലേക്ക് വരും സ്വാഭാവികമായിട്ടും. അത് ഏത് രൂപത്തിൽ നമ്മൾ ഈശ്വരനെ ധ്യാനിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നമ്മൾ ഈശ്വരനെ ആരാധിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ആ ചൈതന്യം നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കുബേരനെ വെച്ച് ആരാധിച്ചാൽ കുബേരൻ ധനദേവനായതുകൊണ്ട് നമ്മളിലേക്ക് ധനം വരും എന്നുള്ളൊരു വിശ്വാസം നമ്മളിലുള്ളത്. അത് ഏത് ഭാവത്തിൽ എങ്ങനെ ആരാധിച്ചാലും, ഇപ്പൊ നാനാ മതസ്ഥരായിട്ടുള്ളവർ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരുടെയൊക്കെ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരവരുടേതായ വിശ്വാസത്തിൽ ഈശ്വരനെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിൽ നിന്ന് അവർക്ക് നേട്ടവും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുബേരനെ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് നേട്ടം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല. പക്ഷെ അത് വിശ്വസിക്കുന്നവരെ കുറ്റം പറയാനും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കുബേരനെ വെച്ച് ആരാധിക്കുന്നത് കൊണ്ട് കുബേരൻ എന്നുള്ള ആ ഭാവമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. കുബേരൻ ആ ധനത്തിന്റെ അധിപതിയായിരിക്കുന്ന കുബേരന്റെ ആ ഭാവം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആരാധിക്കപ്പെടുമ്പോൾ നമ്മളിൽ പോസിറ്റീവ് എനർജി കൂടുകയും നമ്മൾ ധനം സമ്പാദിക്കാനുള്ള ഒരു വ്യഗ്രത നമ്മളിൽ വന്നു പോവുകയും ചെയ്യും. അതായത് നമ്മുടെ ചിന്തകളിൽ ധനം വന്നു കഴിയുമ്പോൾ നമ്മളിലേക്ക് അത് ആകർഷിക്കപ്പെടും. അങ്ങനെയാണ് സാർ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ ധനത്തെ ആണ് കൂടുതൽ ഉപാസിക്കുന്നതെങ്കിൽ ധനം നമ്മൾ വരും. എന്തിനാണ് നമ്മൾ ഉപാസിക്കുന്നത്? ഉപാസനയുടെ ബലം കൊണ്ടാണ് ഒരു മനുഷ്യൻ നിലനിൽക്കുന്നത്. ഇപ്പൊ ഞാൻ ധനദേവനായ കുബേരനെ ഉപാസിച്ചാൽ നമ്മളിലേക്ക് ധനം വന്നു ചേരും. ഞാൻ പറഞ്ഞു നിർത്തിയില്ലായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു വന്നത് കുബേരന്റെ ദുഃഖത്തെ കുറിച്ചാണ്. കുബേരന്റെ ശരീരപ്രകൃതിയെ കുറിച്ച് ഞാൻ പറയാം. കുബേരന്റെ ശരീരം മഞ്ഞ നിറമായിരുന്നു. അദ്ദേഹത്തിന് ഒരു കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. 8 പല്ല് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വളരെ മോശപ്പെട്ട ഒരു ശരീരസ്ഥിതിയായിരുന്നു കുബേരനുണ്ടായിരുന്നു. ഈ ദുഃഖം അദ്ദേഹത്തെ വളരെയധികം വേട്ടയാടിയിരുന്നു. അദ്ദേഹം ഇത്രയൊക്കെ സമ്പാദിച്ചെങ്കിലും ഇത്രയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ കുബേരന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇദ്ദേഹത്തിന്റെ 9 നിധി ഉണ്ടെന്നുള്ളതാണ്. ഇദ്ദേഹം ഒരിക്കലും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് തപസ്സിലൂടെ ഇദ്ദേഹത്തിന് 9 നിധി കുംഭങ്ങൾ ലഭിക്കുകയാണ്. അത് ആ 9 നിധി കുംഭത്തിന്റെ ആധിപത്യം കയ്യിലിരിക്കുന്നതുകൊണ്ടാണ് കുബേരൻ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നത്, ധനത്തിന്റെ ദേവതയായിട്ട് കണക്കാക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം ഒരു ദേവതാ ഗണത്തിലല്ല. നമ്മുടെ അഷ്ടദിക്പാലകരിൽ കുബേരൻ എന്ന് പറഞ്ഞാൽ വടക്കാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ദിശ തന്നെ. ഇപ്പൊ നമ്മൾ വടക്കോട്ട്, ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ ഇപ്പൊ കുബേരന്റെ ഒരു ആകർഷണം കിട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിലെ കന്നിമൂലയിൽ വെക്കുന്ന അലമാരി, ഈ അലമാരിയുടെ ദിശ വടക്കോട്ട് തിരിച്ച് നമ്മൾ വെക്കുകയും കുബേരൻ കാണണം എന്റെ ധനം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ കന്നിമൂലയിൽ ഒരു അലമാരി വെച്ചിട്ടുണ്ടെങ്കിൽ അലമാരി ധനം വയ്ക്കുക. എനിക്ക് അന്നന്ന് കിട്ടുന്ന ധനം കൊണ്ടുവന്ന് ഈ അലമാരി നിക്ഷേപിക്കുന്നു. നിക്ഷേപിച്ചിട്ട് വടക്കോട്ട് കിടക്കുന്ന വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന അലമാരിയുടെ താക്കോൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു വടക്കോട്ട്. ഇത് തുറക്ക് കിടക്കുകയും ചെയ്യുമ്പോൾ കുബേരൻ കാണുന്നു. അപ്പൊ നമ്മളെ ധനസ്ഥിതിയെ കുറിച്ചുണ്ടോ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഇവന് ധനം പോരാ, ഇവന് ധനം ഉണ്ടാകണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥന വടക്കോട്ട് നിന്ന് ഭഗവാനെ എന്നെ ധനധാന്യ സമൃദ്ധിയോട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ധനധാന്യ സമൃദ്ധി ലഭിക്കുന്നു. വാസ്തുശാസ്ത്രത്തിലൊരു ചൊല്ലുണ്ട്, ഒരു വയ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് വടക്കോട്ട് ദർശനമായിട്ടാണ് വീടിന്റെ അല്ല കന്നിമൂലയിലെ അലമാരി വെക്കേണ്ട എന്നൊരു വാസ്തുശാസ്ത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും ഈ ധനദേവനായ കുബേരൻ കാണുന്നുണ്ടെന്നും അദ്ദേഹം നമുക്ക് പ്രതിവിധി നൽകുന്നുണ്ടെന്നും വിശ്വാസമുള്ളതുകൊണ്ടാണ് എല്ലാവരും കന്നിമൂലയിൽ ഒരു അലമാരി കന്നിമൂലയ്ക്ക് വെച്ചിട്ട് വടക്കോട്ട് തിരിച്ചു വെക്കണമെന്നൊക്കെ പറയുന്നു. അതായത് അലമാരിക്ക് പോലും ഒരു ദിശയുണ്ട്. വാസ്തുശാസ്ത്രത്തിൽ അലമാരി വെക്കാൻ പോലും ഒരു ദിശയുണ്ട്. തീർച്ചയായിട്ടും വാസ്തുശാസ്ത്രത്തിൽ എന്താ എല്ലാത്തിനും ദിശ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാര്യം 8 ദിക്കുകളെ ബേസ് ചെയ്താണ് വാസ്തുശാസ്ത്രത്തിലെ എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത്. ഈ 8 ദിക്കിന്റെ പരിപാലകരായിട്ട് 8 ദേവചൈതന്യങ്ങളെയാണ് കണക്കാക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം വടക്ക് കിഴക്കേ മൂലക്കെട്ട് ഈശാൻ എന്ന് പറയുന്ന ശിവ ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ഭഗവാനാണ്. നേരെ കിഴക്ക് ഇന്ദ്രനാണ്. അതുപോലെ തന്നെ നമ്മുടെ തെക്ക് കിഴക്കിന്റെ ഭാഗത്ത് ആണ് അഗ്നി ഭഗവാൻ ഇരിക്കുന്നത്. നേരെ തെക്ക് ആയിട്ടാണ് യമ ഭഗവാൻ ഇരിക്കുന്നത്. നമ്മുടെ കന്നിമൂല എന്ന് പറയുന്നത് പടിഞ്ഞാറ് തെക്ക് ഭാഗമാണ്. കന്നിമൂല നിര്യതി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് ഉള്ളത്. നേരെ പടിഞ്ഞാറ് കാണുന്നത് വരുണനാണ്. അതിനുശേഷം നമ്മൾ വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ട് കാണുന്ന വായു ഭഗവാനാണ്. പിന്നെ വടക്ക് കുബേരനാണ്. അങ്ങനെ അഷ്ടദിക്പാലകരാണ്. ഇവരാണ് നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ചൈതന്യങ്ങളെന്നാണ് വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത്. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക്
വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.